ചേച്ചി ഇതിനകത്ത് പ്രശ്നം ഇവിടെ ഇപ്പൊ എന്നും നമ്മള് ഞാൻ ഇപ്പം ഈ പാമ്പാട്ടൻ്റെ വീഡിയോ ഇടുമ്പോഴത്തിന് വീട്ടുകാർ തീരുമാനിച്ചു പാപ്പാന്മാരെ മാറ്റാൻ പോവാ. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തി അന്നേരം എരണ്ട വിട്ടു. അപ്പം അത് എല്ലാവരും ഇപ്പം ഈ ചേച്ചി ഇപ്പം ഈ ചോറ് കൊടുക്കാൻ വേണ്ടി അടുത്ത് ഈ നീരി കെട്ടിരിക്കുന്ന സമയത്ത് ചെല്ലുമ്പോ അവനോട് എന്തെങ്കിലും സംസാരിക്കുവോ? വിളിക്കോ? ചേച്ചി അവനെ എപ്പോഴും വിളിക്കുന്നതെന്നാ? ദേഷ്യല്ലേ? ആ ചെറുപ്പത്തിലും ആണല്ലേ? അന്നേരത്തെ അവനൊരു ദേഷ്യമുണ്ട്. ഇവിടെ ഓരോ പ്രാവശ്യവും രായം വന്നിട്ട് പോകുമ്പോ ചേച്ചിക്കൊരു മനസ്സിലൊരു ഉള്ളിലൊരു ഇതുണ്ടോ, ഒരു മകന്റെ ഒരു ജോലി സ്ഥലത്തേക്ക് പോകുന്ന പറഞ്ഞല്ലേ? മതപ്പാട് സമയത്ത് ചേച്ചി അല്ലാതെ വേറെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കുവോ? പാപ്പന്മാരെ അടുപ്പിക്കുവോ? അതാണ് ചോദിച്ചേ. മറ്റേ പോതയൊക്കെ മേടിച്ച് അതിനകത്ത് നാര് കിട്ടും. നമസ്കാരം, VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജനെ മതപ്പാടിൽ തളച്ചിരിക്കുന്നുവെന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ. രാജൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് രാജൻ ഹൃദയപക്ഷത്ത് ചേർത്ത് വച്ചിരിക്കുന്ന അവൻ്റെ അമ്മ ലീലാമ്മ ചേച്ചിയാണ്. രാജനെക്കുറിച്ച് ലീലാമ്മ ചേച്ചി മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവൻ്റെ കുട്ടിക്കാലത്തെ കുസൃതികളെക്കുറിച്ച്, അവൻ ഓരോ ദിവസവും വീട്ടിൽ വന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, പാപ്പാന്മാരെ മാറ്റുന്നത് സംബന്ധിച്ച് തുടങ്ങി കുറേ കാര്യങ്ങൾ ലീലാമ്മ ചേച്ചി സംസാരിക്കാറുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. പാമ്പാടി രാജൻ്റെ 250-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. ഞാനിപ്പം നീര് തിളച്ചിട്ട് ഇപ്പം എത്ര ദിവസമായി ചേച്ചി? ഏകദേശം ഒരു മാസം ആകുമ്പോൾ അല്ലേ? ഒലിച്ചു തുടങ്ങിയിട്ടില്ലല്ലേ? ലക്ഷണമുണ്ടോ? തുടങ്ങുന്നുണ്ടോ? ഒലിക്കുന്ന ലക്ഷണമുണ്ടോ? നമ്മൾ തീറ്റി വരുത്തുകയാണോ? വില കൊടുത്ത് വാങ്ങുകയാണോ ചെയ്യുന്നത്? അതെവിടെ നിന്ന് വാങ്ങുന്നത്? പാലക്കാട് നിന്ന് വാങ്ങിക്കുക അല്ലേ? അതായത് പനമ്പട്ടയാണ് നല്ലതല്ലേ? ഇവനിപ്പോൾ അവൻ്റെ ഒരു ഇതിനും ദഹനത്തിനും ഒക്കെ പനമ്പട്ടയാണ് നല്ലത്. മരുന്നടിക്കത്തൂല്ല അല്ലേ? അതാണ് ചോദിച്ചേ. മറ്റേ പോതയൊക്കെ മേടിച്ച് അതിനകത്ത് നാര് കിട്ടും. എരണ്ടം വലുതാവും അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അതുകൂടാതെ തന്നെ ഈ പറഞ്ഞൊരു പ്രശ്നം കൂടി ഉണ്ടല്ലേ? ഇതിന് ചവച്ചരയ്ക്കാകുമ്പോൾ എരണ്ണം വലുതായി പോകും. ഒരു സുഖചികിത്സ പോലെയൊക്കെ ചെയ്തില്ല, അതെല്ലാം ചെയ്തിട്ടുണ്ടോ? ഇപ്രാവശ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? അതെല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഏത് മറ്റേ ഗിരീശൻ ഡോക്ടർ തന്നെയാണോ ഇപ്പോഴും ചികിത്സ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? ഗിരിദാസ് ഡോക്ടർ അല്ലേ? ഗിരിദാസ് ഡോക്ടറാണ് നേരത്തെ തൊട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ഉള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നതല്ലേ? അല്ല, മരുന്നല്ല, ഇവന്റെ ഈ മതപ്പാടി കെട്ടുന്നതിന് മുമ്പ് ആനയെ ഒന്ന് സംരക്ഷിക്കുമല്ലോ. എനിക്ക് ഉദ്ദേശിച്ചത് ഒരു സംരക്ഷണം. അത് ഒരുപാട് നാൾ നിൽക്കുന്നല്ലേ? അപ്പൊ അതിനുള്ള കുറെ തീറ്റയും തീറ്റ എടുക്കത്തല്ലേ? മതപ്പാടി സമയത്ത് ചേച്ചി അല്ലാതെ വേറെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കുവോ? പാപ്പന്മാരെ അടുപ്പിക്കുവോ? അവരെ ഇഷ്ടമില്ലല്ലേ? ഓക്കെ. ചേച്ചി ഇതിനകത്ത് പ്രശ്നം ഇവിടെ ഇപ്പൊ എന്നും നമ്മള് ഞാൻ ഇപ്പം ഈ പാമ്പാട്ടൻ്റെ വീഡിയോ ഇടുമ്പോഴത്തിന് വീട്ടുകാർ തീരുമാനിച്ചു പാപ്പാന്മാരെ മാറ്റാൻ പോവാ, പുതിയ പാപ്പാന്മാരെ കൊണ്ടുവരും. നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അവരുടെ അത്രേ ഉള്ളൂ. അല്ല, നമ്മളാരെയും മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴുള്ള ഈ സതീഷും മനോജും എങ്ങനെയുണ്ട്? നന്നായിട്ട് നോക്കുന്നില്ലേ? അവരുടെ ഒരു സ്വഭാവത്തെ കുറിച്ചൊക്കെ ചേച്ചിക്ക് എന്നാ തോന്നിയിട്ടുള്ളത്? അവരുടെ ഒരു മറ്റ് സാധാരണ പാപ്പന്മാർക്കുള്ള എല്ലാ സ്വഭാവങ്ങളും അവർക്കുണ്ടോ? വെള്ളാടി അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുണ്ടോ? ദുശീലങ്ങളൊന്നുമില്ല. അപ്പൊ സാധാരണഗതിയിൽ ആരുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നോക്കും.
നമ്മളതാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അവനെ ഓക്കെ 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 ഓക്കെ. ഇവൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വയറ്റിൽ ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്ന് കുറച്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടി വന്നല്ലോ. അപ്പൊ ചേച്ചി ആഗ്രഹമായിരുന്നു, മനസ്സിൽ ചേച്ചി വിചാരിച്ചോ അപ്പൊ പുതുപ്പള്ളി പുണ്യാളച്ചന്റെ അവിടെ കൊണ്ടുപോകാന്നുള്ള? അന്ന് നേർച്ച ഉണ്ടായിരുന്നല്ലേ? വേറെ എവിടെ ഉണ്ടായിരുന്നു നേർച്ച? ദേറായിലുണ്ടായിരുന്നോ? എവിടെയാ? ദേറായ പോയി, കുറ്റിക്കപ്പള്ളിയിൽ പോയി, ദേറായി പോയി, പുതുപ്പള്ളി പള്ളിയിലും പോയിരുന്നല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഞാൻ അന്ന് വീഡിയോ അത് അവിടെ പോയ സമയത്ത് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അവിടെ പോയെന്ന്. അപ്പം ഇവൻ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തുമ്പിക ഉയർത്തി അന്നേരം എരണ്ട് വിട്ടു. അപ്പം അത് എല്ലാവരും കൃത്യം നടയിലോട്ട്. ചേച്ചി അതറിഞ്ഞോ? അതല്ലേ? അതെ, എന്നാലും ഒന്ന് ഓർത്ത് നോക്കിയേ, ആ കൃത്യ സമയത്ത് അതെ അതെ, പുണ്യാളച്ചന്റെ ഒരു അനുഗ്രഹം ഉണ്ടായി എന്നുണ്ട് അല്ലേ? അല്ലാതെ ആ സമയത്ത് തന്നെ അവന് എരണ്ട വിട്ടു എന്ന് പറയുമ്പോഴത്തേന് ചേച്ചി അത് കണ്ടായിരുന്നു അല്ലേ? വീഡിയോ കണ്ടായിരുന്നു. ഇപ്പം ഈ സതീശ് വീട്ടിൽ പോയിരിക്കണോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും അല്ലേ? നീരി കെട്ടുന്ന സമയത്ത് റെജിറ്റ് വരാറുണ്ടല്ലോ, മൂത്തയാള്. എന്നത്തേന് വരും? ഇനിയിപ്പം പപ്പായുടെ ഓർമ്മ ദിവസത്തിന് വരുവുള്ളൂ അതോ നേരത്തെ വരുമോ? ഞാൻ ചോദിക്കുന്നത്, ഈ രാജനെ നമ്മളിപ്പം പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കുന്നതാണെങ്കിൽ തന്നെ പരമാവധി അവനെ ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് വാഹനത്തിൽ ഓടി അലയാതെയാണോ കൊണ്ടുപോകുന്നത്? അതോ വരുന്നവർക്കെല്ലാം പരിപാടി ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ചോദിച്ചത്. അതായത് അവന്റെ ഇപ്പൊ ഒരു ദിവസം തൃശ്ശൂരാണെങ്കിൽ മറ്റൊരു ദിവസം തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് അങ്ങനെയൊന്നും പരിപാടി പിടിക്കുന്നില്ലല്ലോ? ഉണ്ടോ? അലയാൻ വിടുന്നില്ല. അപ്പൊ ഇനി അടുത്ത വർഷമാണെങ്കിൽ തന്നെ ഇവന്റെ പരിപാടികൾ എന്ന് പറയുന്നത് വളരെ നമുക്ക് ഈ ആനയെ ബുദ്ധിമുട്ടിക്കാതെയുള്ള പരിപാടികളല്ലേ ആഗ്രഹിക്കുന്നത്? അത്രേ ചെയ്യുള്ളൂ. ഇപ്പം ഈ ചേച്ചി ഈ ചോറ് കൊടുക്കാൻ വേണ്ടി അടുത്ത് ഈ നീരി കെട്ടിരിക്കുന്ന സമയത്ത് ചെല്ലുമ്പോ അവനോട് എന്തെങ്കിലും സംസാരിക്കുവോ? വിളിക്കോ? ചേച്ചി അവനെ എപ്പോഴും വിളിക്കുന്നതെന്നാ? അപ്പൂസ് എന്നാണോ വിളിക്കുന്നത് അതോ രായ എന്നാണോ വിളിക്കുന്നത്? രാജാപ്പി എന്നാ ചേച്ചി വിളിക്കുന്നത് അല്ലേ? പണ്ടിവൻ കയറി നടന്ന കാര്യം, വീടിനകത്തൂടെയൊക്കെ കയറി നടന്ന കാര്യമൊക്കെ ചേച്ചി ഓർക്കുവോ? ചെറുപ്പത്തിൽ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഞാൻ? പെരക്ക് ചുറ്റും നടക്കും, അടുക്കള കയറി വരുവോ? കൈയിട്ടെ. അപ്പൊ എന്താ അവന് കൊടുക്കുന്ന അന്ന സമയത്തൊക്കെ? എന്തേലും സാധനം അവിടെ ഉള്ളത് കൊടുക്കും. ചങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ കയറി വരുവോ അല്ലേ? 3 വയസ്സല്ലേ ഉള്ളു അല്ലേ? ദേഷ്യല്ലേ? ആ ചെറുപ്പത്തിലും ആണല്ലേ? അന്നേരത്തെ അവനൊരു ദേഷ്യമുണ്ട്. പക്ഷെ ചേച്ചിയോട് ആ അന്നത്തെ സ്നേഹം അവന് എന്നും ഉണ്ടല്ലേ? ചേച്ചി, ഞാൻ ചോദിക്കുന്നത്, വീട്ടിൽ വന്നല്ലാതെ അവനെ വേറെ എവിടെയെങ്കിലും പോയി കാണാൻ പോയിട്ടുണ്ടോ? ഇവിടെ അല്ലാതെ തൃശ്ശൂരോ വേറെ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് കാണാൻ പോയിട്ടുണ്ടോ? അതെവിടെയാ? അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇവന്റെ ഒരു പ്രകടനം എന്താ? അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ അടുത്ത് അന്നേരം തന്നെ അമ്മയെ ഒരു മൂളിച്ചൊക്കെ മൂളുവോ? വിളിക്കുമല്ലേ? ചേച്ചി വിളിക്കും. അവന്റെ ആ കാണാത്തതിലുള്ള പരിഭവം എല്ലാം തീർക്കും അല്ലേ? ചേച്ചി ഒക്കെ ചെല്ലുമ്പോ എന്തെങ്കിലും മേടിച്ചോണ്ടല്ലേ ചെല്ലുക? എന്നായിരിക്കും മേടിച്ചോണ്ട് ചെല്ലുക കൂടുതലും? എന്തൊരു സാധനം മേടിച്ചു? ചേച്ചി ഇവനെ ഇവിടെ ഇപ്പൊ എല്ലാ ദിവസവും ഇവനുള്ളപ്പം ഇവിടെ വരുമ്പം ചേച്ചി ഇവനിവിടെ നിന്ന് വിളിക്കുമല്ലോ, കുറെ നേരം വിളിക്കും. അപ്പൊ ചേച്ചി ആ വിളി കഴിഞ്ഞ് ചേച്ചി വരുമ്പോൾ ചേച്ചി ഓരോന്നോരോന്നായിട്ട് ഈ വീട്ടിലുള്ള ഓരോ സാധനം എടുത്ത് കൊടുക്കുന്ന കാണാം. ബിസ്ക്കറ്റ് കൊടുക്കും, പഴം കൊടുക്കും, അവല് കൊടുക്കും, ചോറ് ഇരിപ്പുണ്ട് ചോറ് കൊടുക്കും. അത് ചേച്ചി ഇവന് വേണ്ടി ഒരു കരുതലുണ്ടോ ചേച്ചിക്ക് ഇവനോട് ഉള്ളപ്പം? ഒരു ആണല്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം അവന് കൊടുക്കുന്നതാണ് നമുക്ക് സന്തോഷം അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ സാധനങ്ങൾ എടുത്ത് വെക്കുകയോ അല്ലെ എന്തെങ്കിലും ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ രാജനൂടെ ഉണ്ട്. ഇപ്പൊ വീട്ടിലെ ഒരു അംഗത്തിനൂടെ കൂട്ടിയുള്ളത് പോലെ
കണക്കാക്കുവോ മനസ്സിൽ? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ആ അവൻ വരുമ്പം പിന്നെ വെച്ച ചോറാണേലും കാണാം, ഇത്രയും ചോറ് വെച്ചാണല്ലോ, ആ ആ ആ അതുകൊണ്ട് കൊടുക്കും. അത് സന്തോഷം. അവന് സന്തോഷമുണ്ട്. ആ ഇവിടെ നിന്ന് ചോറ് കൊടുത്താലും ചേച്ചിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ അവന് തൃപ്തിയാവുള്ളൂ അല്ലേ? ആണല്ലേ. ഇവിടെ ഓരോ പ്രാവശ്യവും രായം വന്നിട്ട് പോകുമ്പോ ചേച്ചിക്കൊരു മനസ്സിലൊരു ഉള്ളിലൊരു ഇതുണ്ടോ, ഒരു മകൻ ഒരു ജോലി സ്ഥലത്തേക്ക് പോകുന്നു പറഞ്ഞല്ലേ? കരയൂല്ലേ? എന്തോ എന്തോ ആ ചെയ്തിട്ട് പോകുള്ളൂ. ആ പിള്ളേർ കരയുന്ന പോലെ അവന്റെ കണ്ണില് ആ കണ്ണുനീര് വരും അല്ലേ? ആ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധം എന്ന് പറയുന്നത് ആ ചെറുപ്പം മുതലുള്ള അവന്റെ ആ ആ ആ ആ